ഹായ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കെമിക്കൽ കൈനറ്റിക്സിന്റെ അടുത്ത വീഡിയോയിലേക്കാണ് പോകുന്നത്. കൈനറ്റിക്സിലെ ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിന്റെ ഇന്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ ആണ് പറഞ്ഞത്. നിങ്ങൾ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ഓർഡർ റേറ്റ് ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ ആണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. That is K is equal to 2.303 by T log A0 minus R0 minus R. So R0 is the initial concentration. അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ തുടക്കത്തിലെ കോൺസെൻട്രേഷൻ R0 A എന്നെടുത്താൽ, അതേപോലെ ഫൈനൽ കോൺസെൻട്രേഷൻ, that means some of the reactants get reacted, then the remaining concentration or concentration at a time T. T സമയത്തിന് ശേഷം ആ റിയാക്ഷൻ ആണ് T സമയത്തിലുള്ള കോൺസെൻട്രേഷൻ എത്രയാണോ അത് നമുക്ക് R എന്ന് പറയാം. അപ്പോ ഈ ഒരു T സമയത്തിനുള്ളിൽ എക്സ് മോൾസ് റിയാക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എ ആണ്. ടി സമയത്തിനുള്ളിൽ എക്സ് റിയാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി ഉണ്ടാവുക എ മൈനസ് എക്സ് ആയിരിക്കും, അല്ലെ? ബാക്കി ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ എ മൈനസ് എക്സ് ആയിരിക്കും. എക്സ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയിപ്പോയി. അപ്പൊ ഫൈനൽ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. or concentration at T can be written as A minus X. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഉണ്ടാവും. ഈ ഇക്വേഷൻ നമുക്ക് മാറ്റിയിട്ട് ലോഗ് എ ഡിവൈഡ് ബൈ എ മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൂടി, ഈ രീതിയിൽ കൂടി നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ റേറ്റ് അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ, ഇന്റഗ്രേറ്റർ ഇക്വേഷൻ ഇങ്ങനെ എഴുതാറുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ ആണ് കാണുന്നത്. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ഇവിടെ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്ന് എ പ്ലസ് ബി ഗീവ്സ് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ 2A gives product. 2A gives product. നമ്മൾ ഒന്നാമത്തെ കേസാണ് പരിഗണിക്കുന്നത് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് R equal to minus dA dt, either decrease in concentration of A or decrease in concentration of B, that is which is equal to minus dB by dt. രണ്ടായിട്ടും നമുക്ക് എഴുതാം, റൈറ്റ്? ഓക്കെ, ആൻഡ് R equal to K into A into B. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇനിയാണ് നമ്മൾ ആലോചിക്കുന്ന കാര്യം, എയുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, എ എന്ന റിയാക്ടന്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സ്മോൾ ലെറ്റർ എയും, that is concentration of A 0 A and initial concentration of B which is equal to B, for example. And among this A and B, X molecules get reacted, or X molecules of A undergo reaction to form products. അപ്പൊ അതിനകത്ത് എക്സ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയിരിക്കും. അതേപോലെ ഇതിൽ നിന്നും എക്സ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്തു എന്ന് വിചാരിക്കുക.
റൈറ്റ്? എക്സ് മോളിക്യൂൾസ് എയിൽ നിന്നും അതുപോലെ തന്നെ അതേ സെയിം മോളിക്യൂൾസ് ബിയിൽ നിന്നും റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എ മൈനസ് എക്സും ബി മൈനസ് എക്സും ആയി. റെഡി? എ മൈനസ് എക്സ് ആൻഡ് ബി മൈനസ് എക്സ് ആണ്. സോ ആർ ഈക്വൽ ടു കെ ഇൻറ്റു എ മൈനസ് എക്സ് ഇൻറ്റു ബി മൈനസ് എക്സ്. സോ ആർ ഇസ് ഈക്വൽ കെ ടൈംസ് എ മൈനസ് എക്സ് ടൈംസ് ബി മൈനസ് എക്സ്. ഇനി ഇവിടെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ എത്രയാണ്? എക്സ് ആണ് അല്ലെ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ എക്സ് ആണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഗെയിൻ എക്സ് ആണ്. സോ dA by dt is equal to dB by dt can be written as dx by dt. That is, these two terms can be written as r equal to minus dx by dt. Okay, so we are equating these two equations. That is, we are equating these two terms. So we get, അപ്പോൾ നമ്മൾ രണ്ടും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? minus dx by dt is equal to k into a minus x into b minus x. ഇതാണ് നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ആണ് ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും നമ്മള് minus dx by ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ ടി പാർട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും ബാക്കി കോൺസെൻട്രേഷൻ പാർട്ട് ലെഫ്റ്റിലേക്ക് എടുത്തിട്ടാണ്. ഇവിടെ ഒരു എക്സ് ഉണ്ട് കോൺസെൻട്രേഷൻ പാർട്ട്. അപ്പൊ കോൺസെൻട്രേഷൻ ടേംസ് ഒക്കെ ഒരേ സൈഡിൽ തന്നെ വരത്തക്ക രീതിയിലാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. മൈനസ് ഡി എക്സ് ബൈ a minus x into b minus x is equal to k dt. ഇനി നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. k കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. dt ഇന്റഗ്രേറ്റ് ചെയ്താൽ t കിട്ടും. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലൊരു സിമ്പിൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റും. ഈ ഒരു ടേമിനെ നമ്മൾ ഒരു സിമ്പിൾ ഏത് ടേമിനെ 1 by a minus x into b minus x എന്നത് നമ്മൾ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റിയാൽ 1 by a minus b into 1 by b minus x minus 1 by a minus x. ഇവിടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വെച്ചാൽ when A is greater than B എന്ന് പറഞ്ഞാല് number of moles of A, reactant A is greater than number of moles of B. അങ്ങനെ ഒരു അസംഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി B greater than A ആണെങ്കിൽ ഇത് തിരിച്ചു വരും. തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ 1 by B minus A 1 by a minus x minus 1 by b minus x. ആ സിമ്പിൾ ഫ്രാക്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിൽ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. എന്നത്തേക്ക് നമ്മൾ വരാം. ആദ്യം ഈ ഭാഗം എടുക്കുക. ഓർത്തോണം, ഇത് നമ്മള് എയുടെ കോൺസെൻട്രേഷൻ ബിയുടെ കോൺസെൻട്രേഷനേക്കാളും കൂടുതലാണെന്നുള്ള അസംഷനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ബിയുടെ കോൺസെൻട്രേഷൻ എയുടെ കോൺസെൻട്രേഷനേക്കാൾ കൂടുമ്പോ ഈ ഇക്വേഷൻ ആയിട്ട് മാറും. നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എയുടെ കോൺസെൻട്രേഷൻ ബിയുടെ കോൺസെൻട്രേഷൻ ഓർത്തോണം, അത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. സോ അപ്പൊ നമുക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എ എന്ന് പറയുന്നത് ഞാൻ എഴുതിയിരുന്നു. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ 0 ആണ്, സ്മോൾ ലെറ്റർ എ. ബി 0 ആണ്, കോൺസെൻട്രേഷൻ ബി 0 ആണ്, സ്മോൾ ലെറ്റർ ബി. അത് തുടക്കത്തിലുള്ള കോൺസെൻട്രേഷൻ, അതിന് മാറ്റമൊന്നുമില്ല. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ 0 ഉണ്ട്. അതുകൊണ്ട് കോൺസ്റ്റന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ അല്ലാതെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിന് ദിസ് ഇക്വേഷൻ ബിക്കം dx
equal to dx, right? So integral minus dx by a minus x into b minus x is equal to integral dx by a minus b into 1 by b minus x minus 1 by a minus x equal to integral k into this. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു എയും ബിയും കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുത്താല് 1 by a minus b integral 1 by b minus x into dx, okay, minus integral 1 by a minus x into dx. രണ്ട് ടേം ആക്കി എളുപ്പത്തിന് വേണ്ടി, അതിനാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തത്. ഈക്വൽ ടു k ഇന്റഗ്രൽ d, റൈറ്റ്? ഇനി ഇത് നമുക്കറിയാം 1 by x dx, 1 by x dx, so we get ln x. So this equation becomes 1 by a minus b into, so there's a negative term here, okay, there's a negative term. So നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തത് ഈ നെഗറ്റീവ് ടേം വലതുവശത്തേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത്, റൈറ്റ്? അങ്ങനെ മാറ്റിയാൽ നമുക്ക് മൈനസ് കെ ഡി ടി, ഓക്കെ, മൈനസ് കെ ഡി ടി ln b minus x ln a minus x is equal to minus k into d. ഓക്കെ, ഈ സൈൻ മാറ്റണമെന്നില്ല, ഇവിടെ തന്നെയായിരുന്നു എളുപ്പം തോന്നുന്നു, നമുക്ക് മനസ്സിലാവും. Okay, log a minus log b, that is log a by b, right? Log a by b, that is 1 by a minus b. So log a by b is equal to minus kt ആണ്, റൈറ്റ്? അപ്പൊ നമുക്ക് k മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ log b minus x by a minus x, okay, which is equal to minus k into t. KLT plus C. There's a constant here. Okay. Right? So we have to find out the integration constant C, or you can put it as integral constant I. നമുക്ക് integration constant I കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? T 0 ആക്കുക. When t is equal to 0, x equal to 0, no reaction. X 0. Okay. X 0 ആവും when t is equal to 0. ഇത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. So 1 by one more thing. Just before we are finding out the value of I, നമുക്ക് ഇതിന്റെ സൈൻ ഒന്ന് മാറ്റാം. Okay, that is kt is equal to minus of this എന്ന് പറയുമ്പോൾ എന്ത് വരും? kt. What is kt now? If we change the sign, or we put negative here, we get this one.
negative of ln a b minus x by a minus x is equal to positive of ln a minus x by b minus x. ഓക്കെ, നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് റിവേഴ്സ് ചെയ്യപ്പെടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു kt പ്ലസ് i. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഐയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് when t is equal to 0, x is equal to 0. So we apply this value in this equation. So we get 1 by a minus b ln a by b is equal to k into 0 plus I. That is, I, integration constant I is equal to 1 by a minus b ln a divided by b. So, ഈ ഒരു വാല്യൂ ഐയുടെ വാല്യൂ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ, ഓക്കെ, ഈ കേസിൽ ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? വൺ ബൈ എ മൈനസ് ബി ln a minus x by b minus x minus which is equal to kt plus 1 by a minus b ln a by b. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഐയുടെ വാല്യൂ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? എക്സിന്റെ വാല്യൂ 0, ടിയുടെ വാല്യൂ 0 കൊടുത്തു. ടിയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആവും. സോ ഐ ഈസ് ഈക്വൽ ടു ദിസ് വൺ എന്ന് വരും. സോ ഐ ഈസ് ഈക്വൽ ടു 1 by a minus b log a by b എന്ന് വരും. ഈ ഐയുടെ വാല്യൂ നമ്മൾ ഇതേ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുക. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ടുള്ള നോക്കിക്കോളൂ, 1 by a minus b. അപ്പൊ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ അത് സി ടേം നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്താൽ kt is equal to, okay, kt is equal to 1 by a minus b ln a minus x by b minus x minus 1 by a minus b ln a by b. ഇവിടെ നമുക്ക് 1 by a minus b കോമൺ ആണ്. അത് പുറത്തേക്ക് എടുത്താൽ kt is equal to 1 by a minus b ln a minus x by b minus x minus ln a by b. Okay, so log a minus log b, that means log a by b. log a by b വരുമ്പോൾ by b minus ln a by b ആണ്. ഇതാണ് b, ഇത് a. So log a minus log b. So log a by b ആവുമ്പോൾ is equal to 1 by a minus b ln a minus x by b minus x divided by a by b വരും. ഈ a by b divided by a by b is equal to into b by a. So our equation become kt is equal to 1 by a minus b into ln, ഈ a by b മേലോട്ടേക്ക് പോകും, b by a ആവും. സോ b into a minus x by a into b minus x. ഇതിനെ നമുക്ക് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോമൺ ലോഗിലേക്ക് മാറ്റാം. So our equation become k equal to 1 divided by a minus b into t ln b into a minus x divided by a into b minus x. That's a desired equation. Second order integral rate equation ആണ്. ഇത് integrator rate equation ആണ്. You can write it as 2.303 by a minus b into t log
B into A minus X by A into B minus X. That's the integrator rate equation for second order reaction when A is greater than B. Any suppose B is greater than A. B ആണ് കൂടുതലുള്ളതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ K is equal to 2.303 divided by B minus A എന്നാവും. B minus A into T log ഇത് നേരെ തിരിച്ചു A into ഇത് മൈനസ് ആവും, അപ്പൊ ലോഗ് റിവേഴ്സ് ആവും. B minus X by B into A minus X എന്നായിട്ട് മാറും. ഇത് എപ്പോഴാണ് B is greater than A and this is when A is greater than B. ഇനി A equal to B ആണെങ്കിൽ എന്താ സംഭവിക്കുക? This term A minus B ആയാലും B minus A ആയാലും എന്താവും? 0 ആവും. അപ്പൊ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് എ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് എ ആൻഡ് ബി റിയാക്ടൻസ് എ ആൻഡ് ബി ആർ സെയിം, then this equation cannot be used. അപ്പൊ നമുക്ക് വേറെ ഇക്വേഷൻ വേണ്ടത്. ഓക്കെ, ഇത് രണ്ടും ഈ ഒരു കണ്ടീഷനിലാണ് എ ഈസ് ഈക്വൽ ടു ബി ആകുമ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത ഇക്വേഷൻ ഓർത്തോണം. എ പ്ലസ് ബി ഗിവ്സ് പ്രോഡക്റ്റ് ആണ്. സോ കെ ഈസ് ഈക്വൽ ടു R equal to K into A minus X into B minus X എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയും ബിയും തുല്യമാണെങ്കിൽ A minus X into A minus X എന്ന് എഴുതാം അല്ലെ, which is equal to K into A minus X into A minus X എന്ന് എഴുതാം when A is equal to B. So which is equal to R is equal to K into A minus X all squared, right? A minus X whole squared ആവും. ഇനി നമുക്കറിയാം R is equal to minus dx by dt. So minus dx by dt is equal to K into A minus X whole squared. Integrate this equation. Rearrange and integrate. That is minus dx by A minus X all squared integral equal to K into integral dt. ഈ dt ഇങ്ങോട്ടേക്ക് വന്നു, ഇത് ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, സോ ഇത് മോളോട്ടേക്ക് വരാം. മൈനസ് എ മൈനസ് എക്സ് ഓൾവേസ് മൈനസ് 2 ആവും. ഒരു മൈനസ് ഇന്റഗ്രൽ വരും. സോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാം. ഓൺ സോൾവിംഗ് വി ഗെറ്റ് K is equal to 1 by T into x divided by x into A minus X. Now നമ്മുടെ ഇക്വേഷൻ കിട്ടും when A is equal to B. A is equal to B ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. രണ്ടിന്റെയും കോൺസെൻട്രേഷൻ തുല്യമാണെങ്കിൽ, റിയാക്ടൻസിന്റെ രണ്ടിന്റെയും കോൺസെൻട്രേഷൻ തുല്യമാണെങ്കിൽ, അതല്ലെങ്കിൽ 2A gives പ്രോഡക്റ്റ്, ഈ രീതിയിലാണെങ്കിലും ഈ ഇക്വേഷൻ തന്നെ കിട്ടും. ഇനി എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ വ്യത്യാസമാണെങ്കിൽ, ഒന്നിന്റെ കൂടുതലും ഒന്നിന്റെ കുറവും ഒക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ് ഡിപെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ രണ്ടും തുല്യമാവുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. റൈറ്റ്? x എന്നിട്ട് a ആണ്. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത ഓർമ്മയുണ്ട്, 1 by a into b minus 6 or b into a minus 6 ആണ്. അപ്പോൾ a into a minus 6 ആണ്. മാറിപ്പോയതാണ്, just note it. This is the integrator rate equation for second order reaction when concentration of A is equal to concentration of B.
ഇനി നമ്മൾ തേർഡ് ഓർഡർ റിയാക്ഷൻ പറയുകയാണെങ്കിൽ തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓർത്തോണം എ പ്ലസ് ബി പ്ലസ് സി ഗീവ്സ് പ്രോഡക്റ്റ്. ഇവിടെ ഓരോന്നും വേറെ വേറെ എടുത്താൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് കിട്ടും. പകരം നമ്മള് കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഇക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് ഇക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി എന്നെടുത്തു. സോ മൈനസ് ഡി എക്സ് ബൈ ഡി ടി ഈസ് ഇക്വൽ ടു കെ ഇൻറ്റു എ മൈനസ് എക്സ് ഹോൾ ക്യൂബ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സാധനം എന്താണ്? വ്യത്യസ്ത കോൺസെൻട്രേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കെ ഇൻറ്റു എ മൈനസ് എക്സ് ഇൻറ്റു ബി മൈനസ് എക്സ് ഇൻറ്റു സി മൈനസ് എക്സ് ഉണ്ടാവും. ഇതുവരെ നമുക്ക് ഡെറിവേഷൻ ഇല്ല. സോ നമ്മൾ എയും ബിയും സിയും തുല്യമാണെന്ന് വിചാരിച്ചിട്ട് എ മൈനസ് ദാറ്റ് ഈസ് എ മൈനസ് എക്സ് ഇൻറ്റു എ മൈനസ് എക്സ് ഇൻറ്റു എ മൈനസ് എക്സ്, എ ബി സി മൂന്നും തുല്യമാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഓൺ ഇന്റഗ്രേഷൻ we get k is equal to 1/2t into x into 2a minus x divided by a square into a minus x whole squared. That is the desired equation. This is the integrator rate equation for third order reaction. Third order reaction. ഇതിന്റെ ഡെറിവേഷൻ നമുക്കില്ല, എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അത് മാത്രം പഠിച്ചിരിക്കുക. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പോവാം എന്ന് പറഞ്ഞാൽ റീഅറേഞ്ച് ചെയ്താല് ഇന്റഗ്രൽ മൈനസ് ഡി എക്സ് ബൈ എ മൈനസ് എക്സ് ഹോൾ ക്യൂബ് ഈക്വൽ ടു കെ ഇൻറ്റു ഇന്റഗ്രൽ ഡി ടി. ഇതാണ് നമുക്ക് കിട്ടുക. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് ആ സാധനം കിട്ടും. ഇതിന് നമുക്ക് ആ ക്യൂബ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. സോ ദിസ് ഈസ് ദ ഇന്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ ഫോർ തേർഡ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ നമ്മളിന്ന് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ ഡെറിവേഷൻ ആണ്. പിന്നെ തേർഡ് ഓർഡറിന്റെ ജസ്റ്റ് ആ ഒരു എക്സ്പ്രഷൻ മാത്രം. I hope the derivation is clear. Thank you for watching.